മക്കളെ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോസ് ആണ് ആര്? മസ്തിഷ്കം അഥവാ ബ്രെയിൻ. ഈ ബോസ് അത്ര പാവമൊന്നുമല്ല, പക്ഷേ വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് നോക്കാം. തലച്ചോറിന് ഒരു ഹെൽമെറ്റ് ഉണ്ട്. ആ ഹെൽമെറ്റിന്റെ പേരാണ് ഏത്? ക്രാനിയം. നമ്മുടെ തലയിൽ തൊട്ട് നോക്കിയാൽ നല്ല കട്ടിയുള്ള എല്ല് കാണും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രാനിയം എന്ന് പറയുന്നത്, അഥവാ തലയോട്ടി എന്ന് വിളിക്കുന്നത്. ഒരു ബൈക്ക് യാത്രക്കാരൻ ഹെൽമെറ്റ് വെക്കുന്നത് പോലെ തലച്ചോറിനെ പുറത്തു നിന്നുള്ള അടികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന കട്ടിയുള്ള ഭാഗമാണ് ഏത്? നമ്മുടെ ക്രാനിയം. പിന്നെ അത് ക്രാനിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിനിനെ കവർ ചെയ്തിട്ട് 3 പാളികളുണ്ട്. നമുക്കിങ്ങനെ പറയാം, 3 പാളികളുള്ള പുതപ്പുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? മെനിഞ്ചസ് എന്ന് പറയുന്നത്. തലയോട്ടിക്ക് തൊട്ടു താഴെ തലച്ചോറിനെ പൊതിഞ്ഞ് 3 പാളികളുള്ള ഒരു പുതപ്പ് പോലത്തെ ലെയർ ഉണ്ട്. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെനിഞ്ചസ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു വിലപിടിപ്പുള്ള സാധനം പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് പോലെയാണ് ഇത് എന്തിനെ സൂക്ഷിക്കുന്നത്? നമ്മുടെ ബ്രെയിനിനെ സൂക്ഷിക്കുന്നത്. പിന്നെ എന്തുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. നമ്മുടെ മെനിഞ്ചസ് പാളികൾക്കിടയിൽ ഒരു ദ്രാവകമുണ്ട്, ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. നാം ഓടുമ്പോഴോ വീഴുമ്പോഴോ തലച്ചോറിന് കുലുക്കം തട്ടാതെ ഒരു കുഷൻ പോലെയായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്ര മനസ്സിലായോ? ഇനി ശരീരത്തിന്റെ മാനേജറാണ് ആര്? നമ്മുടെ തലച്ചോറ്. ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? മസ്തിഷ്കമാണ്. കൈ പൊള്ളിയാൽ പെട്ടെന്ന് കൈ പിൻവലിക്കാൻ ആരാണ് പറയുന്നത്? മസ്തിഷ്കം. നമ്മൾ ചിന്തിക്കുന്നതും പഠിക്കുന്നതും ഓർമ്മിച്ചു വെക്കുന്നതും ഒക്കെ എവിടെയാണ്? മസ്തിഷ്കത്തിൽ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വാങ്ങി അത് പരിശോധിച്ച് തിരിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്ന മെയിൻ കൺട്രോൾ റൂമാണ് ആര്? നമ്മുടെ തലച്ചോറ്. ഓക്കെ, ക്രേനിയം ഉണ്ട്, പുറത്തെ കട്ടിയുള്ള എല്ല്, മെനിഞ്ചസിന്റെ 3 പാളികളുള്ള കവറാണ്. പിന്നെ ഇതിന്റെ ഫ്ലൂയിഡ് ഉണ്ട്, എന്താണ്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ എന്തുണ്ട്? അവരെന്താണ്? നമ്മുടെ ബ്രെയിൻ എന്താണ്? കോർഡിനേറ്ററാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ബ്രെയിനാണ്. ഓക്കെ അല്ലേ? ഇനി തലച്ചോറിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെ നോക്കാം. തലച്ചോറിന്റെ പ്രധാന ധർമ്മങ്ങൾ: നമ്മുടെ ശരീരത്തിന്റെ കമാൻഡറാണ് ആര്? നമ്മുടെ തലച്ചോറ് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും 5 കാര്യങ്ങളാണ് തലച്ചോറ് ചെയ്യുന്നത്. ചിന്ത, തിങ്കിങ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നതും പഠിക്കുന്നതും തലച്ചോറ് ഉപയോഗിച്ചാണ്. തീരുമാനങ്ങൾ എടുക്കുക, ഡിസിഷൻ മേക്കിംഗ്. ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? തലച്ചോറാണ്. വിവരങ്ങൾ ശേഖരിക്കുക, സ്റ്റോറിങ് ഇൻഫർമേഷൻ. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ഓർമ്മയായി സൂക്ഷിച്ചു വെക്കുന്നത് എവിടെയാണ്? തലച്ചോറിലാണ്. വികാരങ്ങൾ ഉണ്ടാക്കുക, പ്രൊഡ്യൂസിങ് ഇമോഷൻസ്. നമുക്ക് സന്തോഷം, സങ്കടം, ദേഷ്യം എന്നിവയൊക്കെ ഉണ്ടാക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനം മൂലമാണ്. ശരീര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, കൺട്രോളിങ് ബോഡി ഫംഗ്ഷൻ. നമ്മുടെ ശരീരത്തിലെ ഓരോ ചലനങ്ങളും ആര് നിയന്ത്രിക്കുന്നുണ്ട്? തലച്ചോറ് നിയന്ത്രിക്കുന്നുണ്ട്. ഈ ശരീര പ്രവർത്തനങ്ങൾ, ബോഡി ഫംഗ്ഷൻ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് ബോഡി ഫംഗ്ഷനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഐച്ഛിക പ്രവർത്തനങ്ങൾ, വോളണ്ടറി ആക്ഷൻസും അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്, ഇൻവോളണ്ടറി ആക്ഷൻസ്. വോളണ്ടറി ആക്ഷൻസിൽ എന്തൊക്കെ വരുന്നുണ്ട്? നമ്മുടെ നിയന്ത്രണത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ നിയന്ത്രണത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് എഴുതുക, റൈറ്റിംഗ്, സംസാരിക്കുക, ടോക്കിംഗ്, നൃത്തം ചെയ്യുക, ഡാൻസിങ്, കൈകൊട്ടുക, ക്ലാപ്പിംഗ്. ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? വോളണ്ടറി ആക്ഷൻസിൽ പെടുന്നതാണ്. ഇനി എന്താണ് ഈ ഇൻവോളണ്ടറി ആക്ഷൻസ്? നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത തനിയെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവോളണ്ടറി ആക്ഷൻസ് പറയുന്നത്. എങ്ങനെ? നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ തനിയെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്ത്? ഇൻവോളണ്ടറി ആക്ഷൻസ്. നമ്മൾ ഉറങ്ങുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒക്കെ ഇവ നടന്നുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ദഹനം, ഡൈജഷൻ, ഹൃദയമിടിപ്പ്, ഹാർട്ട് ബീറ്റ്, തുമ്മൽ, സ്നീസിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് വോളണ്ടറി. നമ്മൾ വിചാരിക്കാതെ തന്നെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഏത്? ഇൻവോളണ്ടറി. ഇത്രയും മനസ്സിലായോ? നമ്മൾ ബ്രെയിനെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫോർ ബ്രെയിൻ ഉണ്ട്, മിഡ് ബ്രെയിൻ ഉണ്ട്, ഹൈ ബ്രെയിൻ ഉണ്ട്. ഫോർ ബ്രെയിനെ പറ്റി നോക്കാം നമുക്ക്. ഫോർ ബ്രെയിനിൽ എന്തൊക്കെയുണ്ട്? സെറിബ്രം ഉണ്ട്, തലാമസ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്. നമുക്ക് സെറിബ്രം ബുദ്ധി, ചിന്ത, ഓർമ്മ, സംസാരം എന്നിവ നിയന്ത്രിക്കുന്നു. പുറമേ നിന്നുള്ള സംവേദങ്ങളെ വിശകലനം ചെയ്യുന്നത് ആരാണ്? സെറിബ്രമാണ്. ഇനി തലാമസിന്റെ ഫംഗ്ഷൻ എന്താ? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംവേദങ്ങളെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന റിലേ സ്റ്റേഷനായി പ്രവർത്തിക്കുന്നു. ആര്? തലാമസ്. മൂന്നാമത്താണ് ആര്? ഹൈപ്പോതലാമസ്. വിശപ്പ്, ദാഹം, ഉറക്കം, ശരീര താപനില എന്നിവ നിയന്ത്രിക്കുന്നു. ഹോർമോണിന്റെ ബാലൻസിന് സഹായിക്കുന്നത് ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ഇനി നമുക്ക് മിഡ് ബ്രെയിൻ, മധ്യഭാഗം. ഓക്കെ, എന്താണ് നോക്കാം. കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട ആവേഗങ്ങളെ ഏകോപിപ്പിക്കുന്നു. പേശി പ്രവർത്തനങ്ങളുടെ നിയന്ത്രണത്തിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഇനിയാണ് എന്ത്? ഹൈൻ ബ്രെയിൻ. ഹൈൻ ബ്രെയിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? സെറിബെല്ലം ഉണ്ട്, പോൺസ് ഉണ്ട്, മെഡുല ഒബ്ലോങ്കേറ്റ ഉണ്ട്. സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എന്താ? ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ, ബാലൻസിനെ നിലനിർത്തുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ആര്? നമ്മുടെ
ബെല്ലം. പോൺസോ ശ്വസന പ്രക്രിയയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മെഡുല്ലയോ മെഡുല ഓബ്ലോങ്കേറ്റ ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഫോർ ബ്രെയിനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി തുടങ്ങിയ അവയവങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ സ്വീകരിക്കുന്നു. ഓക്കെ. പിന്നെ തീരുമാനമെടുക്കുന്ന കിട്ടുന്ന വിവരങ്ങളെ പഴയ ഓർമ്മകളുമായി താരതമ്യം ചെയ്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. പിന്നെ പേശികളുടെ നിയന്ത്രണം. നമ്മൾ വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, നടക്കുക, ഓടുക, പന്ത് തട്ടുക, നിയന്ത്രിക്കുന്നത് ഏതാണ്? നമ്മുടെ ഈ ഫോർ ബ്രെയിൻ ആണ്. അതേപോലെ തന്നെ വിശപ്പും ദാഹവും. നമുക്ക് വിശക്കുന്നുണ്ടോ അല്ലെങ്കിൽ വയറ് നിറഞ്ഞതാണോ എന്നുള്ള സിഗ്നൽ കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ ഫോർ ബ്രെയിനിൽ നിന്നാണ്. ഇനി മിഡ് ബ്രെയിൻ എന്താണ് ചെയ്യുന്നത്? പെട്ടെന്നുള്ള പ്രതികരണങ്ങളാണ് മിഡ് ബ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ. പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ, കാഴ്ചയോടും ശബ്ദത്തോടുമുള്ള പെട്ടെന്നുള്ള പ്രതികരണങ്ങളെ സഹായിക്കുന്നു. കണ്ണുകളുടെ ചലനം, കൺപോളകൾ ചിമ്മുന്നതും കണ്ണുകൾ ചലിപ്പിക്കുന്നതും ഈ ഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇനി നമുക്കെന്താണ്? ഹൈൻഡ് ബ്രെയിൻ. അപ്പോൾ ഹൈൻഡ് ബ്രെയിനിൽ ആരുണ്ട്? പോൺസ് ഉണ്ട്. ഇത് ശരീരത്തിലെ ഉറക്കം, ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്ലീപ്പ് ആൻഡ് വേക്ക് സൈക്കിൾ എന്നിവ നിയന്ത്രിക്കുന്നു. കൂടാതെ ശ്വസന പ്രക്രിയയിലും ഇതിന് പങ്കുണ്ട്. ആയിരിക്കും പോൺസിന്. വെള്ളോമ്പളം കെട്ടിയോ? നമ്മുടെ അറിവോ നിയന്ത്രണവും ഇല്ലാതെ നടക്കുന്ന പല സുപ്രധാന പ്രവർത്തനങ്ങളെയും ഇൻവോളണ്ടറി ആക്ഷൻ നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല്ലയാണ്. ഹൃദയമിടിപ്പ്, ബ്രീത്തിങ്, അതേപോലെ ബ്ലഡ് പ്രഷർ. പിന്നെ സെറിബെല്ലം മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. പേശികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ശരീരത്തിൻ്റെ സമനില പാലിക്കും ബാലൻസിനാണ് സഹായിക്കുന്നത്. നാം ചെയ്യുന്ന സങ്കീർണമായ പല കാര്യങ്ങളും ഇതിൻ്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. ഒരു നേർരേഖയിലൂടെ നടക്കുക, സൈക്കിൾ ചവിട്ടുക, ഒരു പെൻസിൽ ഉപയോഗിച്ച് കൃത്യമായി വരക്കുക. ഓക്കെ. ചുരുക്കത്തിൽ ശരീരത്തിൻ്റെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഹൈൻഡ് ബ്രെയിന് വലിയ പങ്കുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ?